ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 സോഷ്യൽ ചാപ്റ്റർ 7ൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. പാർട്ട് 2 ആണ്. ഇൻ സെർച്ച് ഓഫ് ദ വൈറ്റ് കോണ്ടിനെൻറ്റ് മുതലുള്ള ഭാഗമാണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. മൈത്രി, ഭാരതി, രണ്ട് പിക്ചേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ മൈത്രി ഷിർമാക്കർ ഒയാസിസ് 1989, ഭാരതി ലാസ്മാൻ ഹിൽസ്. അപ്പോൾ ഈ ഒയാസിസ് എന്ന് പറഞ്ഞാൽ മരുപ്പച്ച എന്നാണ്. ഷിർമാക്കർ മരുപ്പച്ചയും ലാസ്മൻ ഹിൽസും ഈ രണ്ട് റിസർച്ച് സെൻറ്റേഴ്സിൻ്റെ പിക്ചേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. Maitri and Bharati are two research centers that India had established for various studies. In which continent are these situated? അപ്പോൾ ഇത് ഈ രണ്ടെണ്ണം ഏത് കോണ്ടിനെൻറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യ അന്റാർട്ടിക്കയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന രണ്ട് റിസർച്ച് സെൻറ്റേഴ്സിൻ്റെ പിക്ചേഴ്സാണ് ഇത്. 98% of this continent is covered by the Antarctic glaciers. ഇപ്പോൾ ഗ്ലേസിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലേസിയർ എന്ന് പറഞ്ഞാൽ മഞ്ഞുപാളികളാണ്, ഹിമാനികൾ. ഹിമാനി എന്നാണ് കറക്റ്റ് വേർഡ് മീനിങ്. അത് മഞ്ഞുപാളികളാണ്. ഈ കരയിൽ മഞ്ഞിൻ്റെ മലകളുണ്ടാകും. ആ മലയിൽ നിന്നും പൊട്ടി അടർന്ന് താഴേക്ക് വീഴുന്ന ഭാരക്കൂടുതൽ മൂലം താഴേക്ക് വീഴുന്ന പാളികളെയാണ് ഗ്ലേസിയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 98% ഓഫ് അന്റാർട്ടിക്കയുടെ 98% മഞ്ഞുപാളികളാണ്. മോസ്റ്റ് ഓഫ് ദ പ്യുവർ വാട്ടർ ഓൺ എർത്ത് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ഗ്ലേസിയർ. ഇപ്പോൾ ഈ എർത്തിലുള്ള ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ശുദ്ധജലം കിട്ടുന്നത് ഈ ഗ്ലേസിയറിൽ നിന്നാണ്. ഈ മഞ്ഞുപാളികൾ ഉരുകിയിട്ട് വെള്ളമായി കഴിയുമ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശുദ്ധജലം കിട്ടുന്നത്, പ്യുവർ വാട്ടർ. Observe figure 7.12 and the globe and find the location of Antarctica. അപ്പോൾ അന്റാർട്ടിക്കയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ കോണ്ടിനെൻറ്റ് ദാറ്റ് ഈസ് സറൗണ്ടഡ് എൻറ്റയർലി ബൈ ദ സദേൺ ഓഷ്യൻ. ഇപ്പോൾ സദേൺ ഓഷ്യനാണ് ഈ അന്റാർട്ടിക്കയുടെ ചുറ്റുമുള്ളത്. നോർത്തേൺ സൈഡ് ആയാലും സദേൺ സൈഡ് ആയാലും ഈസ്റ്റ് ആയാലും വെസ്റ്റ് ആയാലും നമുക്ക് ഫുള്ള് ചുറ്റിനുമുള്ളത് എന്താണ്? സദേൺ ഓഷ്യനാണ്. സദേൺ ഓഷ്യനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് അന്റാർട്ടിക്ക, ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ലെറ്റ് us examine the geographical features of Antarctica. ഇനി നമുക്ക് അന്റാർട്ടിക്കയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. The Transantarctic mountain ranges divide the continent as Eastern Antarctica and Western Antarctica. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ട്രാൻസാർട്ടിക് മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്. ഒരു പർവ്വതനിരയാണ് ട്രാൻസാർട്ടിക് മൗണ്ടൻ റേഞ്ചസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പർവ്വതനിര ഈ അന്റാർട്ടിക്കയെ രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്. ഈസ്റ്റേൺ അന്റാർട്ടിക്ക എന്നും വെസ്റ്റേൺ അന്റാർട്ടിക്ക എന്നും രണ്ടായിട്ട് വിഭജിക്കുന്നു. അന്റാർട്ടിക് പെനിൻസുല ഈസ് എ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഓഫ് അന്റാർട്ടിക്ക വിച്ച് ലൈസ് ക്ലോസ് ടു സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയുമായിട്ട് അടുത്ത് കിടക്കുന്ന ഭാഗമാണ് അന്റാർട്ടിക് പെനിൻസുല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 3 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശവും അതിൻ്റെ 4ാമത്തെ സൈഡ് മെയിൻ ലാൻഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്തിനാണ് പെനിൻസുല എന്ന് പറയുന്നത്. പെനിൻസുലയുടെ മലയാളം വേർഡ് ഉപഭൂഖണ്ഡം എന്നാണ്. ഇന്ത്യ ഒരു പെനിൻസുലയാണ്. ഇന്ത്യയുടെ 3 സൈഡ് വാട്ടറും 4ാമത്തെ സൈഡ് ഒരു മെയിൻ ലാൻഡുമായിട്ട് ബന്ധിച്ച് കിടക്കണേ അല്ലേ. അപ്പോൾ ആ ഇന്ത്യയുടെ വാല് പോലെ പുറത്തേക്ക് നീങ്ങി നിൽക്കുന്ന സ്ഥലമില്ലേ, അതിനാണ് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ഹയസ്റ്റ് മൗണ്ടൻ ഇൻ അന്റാർട്ടിക്ക ഈസ് വിൻസെൻ്റ് മാസിഫാണ് ഹയസ്റ്റ് മൗണ്ടൻ. അന്റാർട്ടിക്കയിലുള്ള ഏറ്റവും ഉയരം കൂടിയ മൗണ്ടനാണ് വിൻസെൻ്റ് മാസിഫ്. സെവറൽ വോൾക്കാനോസ് കെൻ ഓൾസോ ബി സീൻ ഇൻ ദിസ് കോണ്ടിനെൻറ്റ്. ഇപ്പോൾ ഈ കോണ്ടിനെൻറ്റിൽ, ഈ ഒരു ഭൂഖണ്ഡത്തിൽ നമുക്ക് വോൾക്കാനോസ്, അഗ്നിപർവ്വതങ്ങളും കാണാൻ സാധിക്കും. അടുത്തത് ക്ലൈമറ്റ് ആണ്. അന്റാർട്ടിക്ക ഈസ് എ കോൾഡ് ഡെസേർട്ട് വിച്ച് ഈസ് കവേർഡ് ബൈ സ്നോ ത്രൂ ഔട്ട് ദി ഇയർ. ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഭൂരിഭാഗം സമയവും മഞ്ഞ് കൊണ്ട് കവർ ചെയ്ത് കിടക്കുന്ന, മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭാഗമാണ് അന്റാർട്ടിക്ക. ഒരു ഭൂഖണ്ഡമാണ്, ഒരു കോണ്ടിനെൻ്റാണ് അന്റാർട്ടിക്ക. ഇറ്റ് ഈസ് ദ ലൊക്കേഷൻ ഓഫ് അന്റാർട്ടിക്ക വിച്ച് മേക്സ് ഇറ്റ്സ് ക്ലൈമറ്റ് യുണീക്ക്. ആ അന്റാർട്ടിക്കയുടെ ലൊക്കേഷൻ ഏത് ഭാഗത്താണ്? അന്റാർട്ടിക്ക സദേൺ സൈഡിലാണ് അല്ലേ. സദേൺ ഓഷ്യനായി ചുറ്റപ്പെട്ട് കിടക്കുന്ന സദേൺ ഭാഗത്താണ് അന്റാർട്ടിക്ക ഉള്ളത്. അപ്പോൾ ഈ അന്റാർട്ടിക്കയുടെ ആ ഒരു ലൊക്കേഷൻ കൊണ്ടാണ് ആ ഭാഗം മുഴുവനും എന്തായി മാറിയിരിക്കുന്നത്?
ഫുള്ള് ഗ്ലേസിയർ മൂടി മഞ്ഞ് മൂടി കിടക്കുന്നത്. ഫ്ലോറ ആൻഡ് ഫ്യൂണ. ഇനി അടുത്തത് ഫ്ലോറയും ഫ്യൂണയുമാണ്. പക്ഷികളും മൃഗങ്ങളും ചെടികളും എന്തെല്ലാമാണെന്ന് നോക്കാം. എക്സെപ്റ്റ് ഫോർ സർട്ടൻ മോസസ് ദർ ആർ സീൻ ഇൻ ദ റിഫ്റ്റ്സ് ഓഫ് ഗ്ലേസിയേഴ്സ്. ദ റെസ്റ്റ് ഓഫ് അന്റാർട്ടിക്ക ഈസ് ബാരൻ. അപ്പോൾ അന്റാർട്ടിക്ക മുഴുവൻ ബാരനാണ്. ബാരൻ എന്ന് പറഞ്ഞാൽ ഒരു ചെടി പോലും വളരാത്ത തരിശു ഭൂമിയായിട്ടാണ് കിടക്കുന്നത്. Many of the coastal regions of this continent are the habitats of penguins and seals. അപ്പോൾ ഈ ഭൂഖണ്ഡത്തിൻ്റെ കോസ്റ്റൽ റീജിയൻ എന്ന് പറയുമ്പോൾ തീരദേശ മേഖല അല്ലേ. ഈ തീരദേശ മേഖല മുഴുവനും എന്താണ്, പെൻഗ്വിൻസിൻ്റെയും സീലുകളുടെയും ആവാസ സ്ഥലമാണ്. അതുപോലെ ഈ ഗ്ലേസിയേഴ്സ് മഞ്ഞുമലയിൽ നിന്നും ഉരുകി ഇറങ്ങി വരുന്ന മഞ്ഞുപാളികളുണ്ടല്ലോ, ഹിമപാളികൾ. ഈ ഹിമപാളികൾ അല്ലെങ്കിൽ ഹിമാനികൾ ഇതിൻ്റെ സൈഡുകളിൽ മോസസ് പായലുകൾ ചിലപ്പോൾ പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട്. ഈ പായലുകൾ മാത്രമാണ് അവിടെയുള്ള ഒരു സസ്യമെന്ന് പറയുന്നത്. മേജർ ഫ്ലോറ ആൻഡ് ഫ്യൂണ ഓഫ് അന്റാർട്ടിക്ക. ചിത്രം കൊടുത്തിട്ടുണ്ട്. മോസസ് പായലുകൾ കണ്ടോ, പായലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പെൻഗ്വിൻ, സീല് രണ്ടും കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ ലൈഫ്. ഇനി അവിടെയുള്ള ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഹ്യൂമൻ ഹാബിറ്റേഷൻ ഇസ് വെരി ലിമിറ്റഡ് ഇൻ അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിൽ ഹ്യൂമൻ ഹാബിറ്റേഷൻസ് ലിമിറ്റഡ് ആണ്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. റിസർച്ചേഴ്സ് ഇൻ എൻവയറമെൻറ്റൽ സ്റ്റഡീസ് ആൻഡ് അഡ്വെഞ്ചർ ടൂറിസ്റ്റ് ആർ ദ ഓൺലി പീപ്പിൾ ഹൂ വിസിറ്റ് ദിസ് പ്ലേസ്. റിസർച്ചേഴ്സ് പരീക്ഷണങ്ങൾ നടത്തുന്ന ആൾക്കാരും റിസർച്ചുകൾ നടത്തുന്ന ആൾക്കാരും ഗവേഷകരും എൻവയറമെൻറ്റൽ സ്റ്റഡീസ് പരിസ്ഥിതി പഠനവുമായിട്ട് ഗവേഷണങ്ങൾ നടത്തുന്ന ആൾക്കാരും ടൂറിസ്റ്റുകളും. അഡ്വെഞ്ചർ ടൂറിസം എന്ന് പറഞ്ഞാൽ സാഹസിക വിനോദയാത്രയാണ്. അപ്പോൾ സാഹസികരായ ആൾക്കാരും ഒക്കെ മാത്രമാണ് ഇവിടെ ചെല്ലാറുള്ളത്. ഇവർ ചെല്ലുന്നതും വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. വിസിറ്റ് ചെയ്യുക, തിരിച്ചു പോരുക. അതാണ് അവിടുത്തെ ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞ ഹാബിറ്റേഷൻസ് ഉള്ളത്. ടു ദ ലാൻഡ് ഓഫ് അഡ്വെഞ്ചേഴ്സ് ഏൻഷ്യൻ മെറൈനേഴ്സ്. അപ്പോൾ ഇനി അടുത്തത് ഏൻഷ്യൻ മെറൈനേഴ്സ് എന്താണെന്ന് നോക്കാം. It was the historic voyages of adventurous mariners that helped in connecting different parts of the world. അപ്പോൾ അഡ്വെഞ്ചറസ് മെറൈനേഴ്സ് എന്ന് പറഞ്ഞാൽ സാഹസികരായ കടൽ നാവികർ. ഈ കടൽ യാത്രയുടെ ഫലമായിട്ടാണ് ഈ പല രാജ്യങ്ങളും തമ്മിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് ഉണ്ടായത്. You have been familiarized with Vasco da Gama's voyages to India in the previous classes. ഇപ്പം മുൻ ക്ലാസ്സുകളിൽ നമ്മൾ വാസ്കോ ഡ ഗാമ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നതെന്നുള്ളതിൻ്റെ കഥകളൊക്കെ പഠിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ അതിൻ്റെ കഥയും ചിത്രം സഹിതം കൊടുത്തിട്ടുണ്ട്. ഹിസ് വോയേജസ് ടു ഇന്ത്യ ബൈ സീ ഹാവ് എ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ യാത്രകൾക്ക് ചരിത്രപരമായ പ്രാധാന്യങ്ങളുണ്ട് അല്ലെ. ഇന്ത്യയിലും ഉണ്ട്, അതുപോലെ പോർച്ചുഗലിലും ഉണ്ടാവണം, കാരണം പോർച്ചുഗലിൽ നിന്നാണ് അവരിവിടെ വന്നത്. ഫ്രം വിച്ച് കോണ്ടിനെൻറ്റ് ഡിഡ് ഹീ സ്റ്റാർട്ട് ഹിസ് ജേർണി ടു ഇന്ത്യ. എവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചത്? യൂറോപ്പിൽ നിന്നാണ് അദ്ദേഹം യാത്ര ആരംഭിച്ചത് അല്ലേ. ഷാൽ വി ട്രാവൽ ടു ദ ലാൻഡ് ഓഫ് വാസ്കോ ഡ ഗാമ. ഇനി നമുക്ക് വാസ്കോ ഡ ഗാമയുടെ സ്ഥലത്തേക്കൊന്ന് പോയാലോ? പോവാം അല്ലേ. ഐഡൻറ്റിഫൈ ദ നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് യൂറോപ്പ്. ഇനി യൂറോപ്പിൻ്റെ നാച്ചുറൽ ബോർഡേഴ്സ് ഏതെല്ലാമാണെന്ന് ഒന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂറോപ്പിൻ്റെ ബോർഡേഴ്സ് നമുക്കൊന്ന് നോക്കാം, ഏതൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക് ഓഷ്യൻ ടു ദ നോർത്ത്. ഇപ്പോൾ നോർത്തേൺ സൈഡിൽ ആർട്ടിക് ഓഷ്യനും ദ അറ്റ്ലാന്റിക് ഓഷ്യൻ ടു ദ വെസ്റ്റേൺ സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യനും മെഡിറ്ററേനിയൻ സീ ടു ദ സൗത്ത്, സദേൺ സൈഡിൽ മെഡിറ്ററേനിയൻ സീയും ആൻഡ് എ കോംപ്ലെക്സ് ബൗണ്ടറി വിത്ത് ഏഷ്യ ടു ദ ഈസ്റ്റ്. ഏഷ്യയുടെ ഭാഗത്ത് ഏഷ്യയും യൂറോപ്പും തമ്മിൽ ഉറാൽ മൗണ്ടെയ്ൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഏഷ്യ പഠിക്കുമ്പോൾ. ഉറാൽ മൗണ്ടെയ്ൻസിൻ്റെ അവിടെ ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ബൗണ്ടറിയാണ് ഉള്ളത്. അവിടെ കാസ്പിയൻ സീ ഉണ്ട്, ഗ്രേറ്റർ കാസ്കസ് ഉണ്ട്, ദ ബ്ലാക്ക് സീ ഉണ്ട്, ഉറാൽ റിവർ ഉണ്ട്, ഉറാൽ മൗണ്ടൻ ഉണ്ട്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഈസ്റ്റേൺ സൈഡിലുള്ളത്. അപ്പോൾ ഈസ്റ്റേൺ സൈഡിലുള്ള ബോർഡർ ഇച്ചിരി കോംപ്ലെക്സ് ആയിട്ടുള്ള ബോർഡറാണ് യൂറോപ്പിൻ്റെ. ഇനി ഷാൽ വി ട്രാവൽ ടു ദ ലാൻഡ് ഓഫ് വാസ്കോ ഡ ഗാമ. അപ്പോൾ നമ്മൾ ലാൻഡിലേക്ക് പോവുകയാണ്, വാസ്കോ ഡ ഗാമയുടെ സ്ഥലത്ത് പോവുകയാണ്. ഐഡൻറ്റിഫൈ ദ നാച്ചുറൽ ബോർഡേഴ്സ്, അതും നമ്മൾ കഴിഞ്ഞു. ലുക്ക് അറ്റ് സർട്ടൻ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യൂറോപ്പ്. ഇനി യൂറോപ്പിലുള്ള കുറച്ച് ഭൂപ്രദേശങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം.
ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മൗണ്ടൻ റേഞ്ചസ് ലൈക്ക് ദ ആൽപ്സ് മൗണ്ടൻ ഉണ്ട് അവിടെ. ദ ബ്ലാക്ക് ഫോറസ്റ്റ് ആൻഡ് ദ കാർപാത്തിയൻ ആർ സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ്. ബ്ലാക്ക് ഫോറസ്റ്റും കാർപാത്തിയനും എവിടെയാണുള്ളത്? യൂറോപ്പിലാണുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷിലും അതേ അർത്ഥം വരുന്ന ഷാൽസ്വാസ് എന്ന ജർമ്മൻ ഭാഷയിൽ അറിയപ്പെടുന്ന പർവ്വതനിരകൾ ജർമ്മനിയുടെ തെക്ക് പടിഞ്ഞാറൻ കോണിൽ റൈൻ നദീതീരത്ത് ദീർഘചതുരാകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. നിബിഡ വനങ്ങൾ കാരണം സദാ ഇരുട്ടു വീണ് കിടക്കുന്ന ഭൂപ്രദേശമായതുകൊണ്ടാണ് ഇരുണ്ട വനങ്ങൾ എന്ന പേര് വന്നത്. ഇനി അടുത്തത് കാർപാത്തിയൻ എന്താണ്? കാർപാത്തിയൻ മലനിരകൾ കേട്ടോ. മധ്യ യൂറോപ്പിലും തെക്കുകിഴക്കൻ യൂറോപ്പിലും ഒരു കമാനമായി രൂപപ്പെടുന്ന പർവ്വതനിരയാണ് കാർപാത്തിയൻ പർവ്വതനിരകൾ. കാർപാത്തിയൻ മലനിരയുടെ പകുതിയിലധികം റുമേനിയയുടെ അതിർത്തിയിലും ബാക്കി ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ, പോളണ്ട്, ഹംഗറി, യുക്രൈൻ എന്നിവയുടെ അതിർത്തിയിലുമാണുള്ളത്. ഇത് ഡ്രാക്കുള എന്ന് പറഞ്ഞ ആ നോവൽ ഉണ്ടല്ലോ, അതിനകത്ത് എടുത്തു പറയുന്ന അതിനകത്തുള്ള ആ ഒരു സ്ഥലമാണ് കാർപാത്തിയൻ മലനിരകൾ എന്ന് പറയുന്നത്. ഡ്രാക്കുള കോട്ട ഒക്കെ ഇവിടെയാണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കോട്ടയുണ്ട്, പക്ഷെ അത് ഡ്രാക്കുളയുടെ കോട്ടയല്ല, അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഡ്രാക്കുള കോട്ട പോലത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതിപ്പോഴും ഉണ്ട്, നമുക്കൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യാം. ഇനി സം ഓഫ് ദ ലോങ്സ്റ്റ് റിവേഴ്സ് ഓഫ് ദ വേൾഡ് സച്ച് ആസ് ദ ഡാനൂബ്, ദ വോൾഗ ആൻഡ് ദ റൈൻ ഫ്ലോ ത്രൂ ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ ഈ കോണ്ടിനെൻറ്റിലാണ് കുറച്ച് 3 നദികളുള്ളത്. അത് വളരെ പ്രശസ്തമായ നദികളാണ്. ലോങ്ങസ്റ്റ് റിവേഴ്സാണ്, നീളം കൂടിയ നദികളാണ്. ഡാനൂബാണ് ഒന്നാമത്തേത്, രണ്ടാമത്തെ വോൾഗ, മൂന്നാമത്തെ റൈൻ എന്ന് പറഞ്ഞ റിവറാണ്. ദർ ആർ ഫെർട്ടൈൽ പ്ലെയിൻസ് ആൻഡ് ഗ്രാസ് ലാൻഡ്സ് ഇൻ യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിലും ഉണ്ട് ഫലപുഷ്ടമായ സമതലങ്ങളും ഗ്രാസ് ലാൻഡ്സ് പുൽമേടുകളും ഉണ്ട്. ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ് ഈസ് നോൺ ആസ് ദ സ്റ്റെപ്പി. അപ്പം സ്റ്റെപ്പ് എന്നാണ് ഗ്രാസ് ലാൻഡിൻ്റെ പേര്. യൂറോപ്പിലുള്ള ഈ പുൽമേടുകളുടെ പേരാണ് സ്റ്റെപ്പ്. സർട്ടൻ ഏരിയാസ് ഇൻ ദ നോർത്തേൺ കോസ്റ്റൽ ലൈൻസ് ഓഫ് യൂറോപ്പ് ഈസ് റിച്ച് ഇൻ എ സ്പെഷ്യൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോൺ ആസ് ദി ഫ്ജോയിഡ്സ്. അപ്പോൾ ഫ്ജോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഫ്ജോയിഡ്സ് എന്ന് പറഞ്ഞാൽ ആർ നാരോ കോസ്റ്റൽ regions that are formed out of glacial action and surrounded by mountains or steep slope. അതായത് മഞ്ഞുമലകളുണ്ടല്ലോ, ഹിമപാളികൾ കൊണ്ട് രൂപപ്പെടുത്തിയ കുത്തനെയുള്ള വശങ്ങളോട് കൂടിയ നീണ്ടതും ഇടുങ്ങിയതുമായ കടൽ പ്രവേശന കവാടങ്ങളാണ്. ഇത് ഒരു ടൂറിസ്റ്റിൻ്റെ പ്ലേസാണ്, ടൂറിസ്റ്റ് സെൻ്ററാണ്. ഒത്തിരി പേര് ഇത് കാണാൻ വരുന്നുണ്ട്. ചില സിനിമകളിലൊക്കെ കാണില്ലേ, പാറക്കെട്ട്, 2 സൈഡിലും പാറക്കെട്ട്, അതിൻ്റെ നടുക്ക് കൂടെ കടൽ കയറി പോകുന്നു. കടലുമായി ചേർന്ന ഭാഗത്തിൽ ആഴം കുറവായിരിക്കും, പക്ഷേ ആ പാറക്കെട്ടുകൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയുള്ള ഭാഗങ്ങൾ, അതാണ് ഫ്രോയിഡ് എന്ന് പറഞ്ഞ സാധനം. ജോഡ് എന്നാണ് അതിനെ പറയണത് കേട്ടോ. ജോഡ് എന്നാണ് അതിനെ പറയുന്നത്. ക്ലൈമറ്റ്. യൂറോപ്പ് ജനറലി എക്സ്പീരിയൻസസ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ്. യൂറോപ്പിൽ പൊതുവെ മോഡറേറ്റ് ഹീറ്റും കോൾഡും, ചൂടും തണുപ്പും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. സ്നോഫോൾ ഡ്യൂറിങ് വിൻ്റർ ഈസ് കോമൺ ഇൻ നോർത്തേൺ റീജിയൻ ഓഫ് ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ വടക്ക് വശങ്ങളിൽ, ഈ യൂറോപ്പിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാവാറുണ്ട് വിൻ്റർ സീസണിൽ. ഫ്ലോറ ആൻഡ് ഫ്യൂണ. ദ ആൽപൈൻ റീജിയൻ ഓഫ് യൂറോപ്പ് is famous for its grasslands and the Mediterranean region for vineyards. അപ്പോൾ ആൽപൈൻ റീജിയനിൽ പുൽമേടുകളും മെഡിറ്ററേനിയൻ റീജിയനിൽ വൈൻയാർഡ്സും ആണ് ഉള്ളത്, മുന്തിരിത്തോട്ടങ്ങളും ആണ് ഉള്ളത്. ഇനി സം ഓഫ് ദ ഫ്ലോറ ആൻഡ് ഫ്യൂണ ഓഫ് യൂറോപ്പ്. യൂറോപ്പിലുള്ള ഫ്ലോറ ആൻഡ് ഫ്യൂണയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്ക് ട്രീ ഉണ്ട്, ആൽപൈൻ സ്റ്റെപ്പ്, ഗ്രാസ്ലാൻഡ് കാണാം, പുൽമേടുകൾ. പിന്നെ ലിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാട്ടുപൂച്ചയാണിത്. ഹ്യൂമൻ ലൈഫ്. യൂറോപ്യൻസ് ജനറലി മെയിൻറ്റെയിൻ എ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. യൂറോപ്പ് ഈസ് എ കോണ്ടിനെൻറ്റ് റിച്ച് ഇൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ഇപ്പോൾ യൂറോപ്യൻസിൻ്റെ ഒരു ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റാൻഡേർഡാണ്, വളരെ ജീവിത നിലവാരം ഉയർന്ന ഒരു പ്രദേശമാണ് യൂറോപ്പ്. അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ജീവിത നിലവാരം വളരെ ഉയർന്ന ജീവിത നിലവാരമായിരിക്കും. യൂറോപ്പിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ സംസ്കാരം, കലയും വളരെ റിച്ചായിട്ടുള്ള ഒരു കലയും സംസ്കാരവുമുള്ള കോണ്ടിനെൻ്റാണ് യൂറോപ്പ്. ഏതൻസ് ആൻഡ് റോം വിച്ച് ആർ എമംഗ് ദ മോസ്റ്റ് ഏൻഷ്യൻറ്റ് സിറ്റീസ് ഓഫ് വേൾഡ് ആർ സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ്. ഇപ്പോൾ യൂറോപ്പിലാണ് ഏതൻസും റോമും. അപ്പോൾ ഏതൻസിനെ പറ്റിയും റോമിനെ പറ്റിയും നമ്മൾ ഇതിന് മുന്നേ ഉള്ള ഒരു പാഠത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ കൾച്ചറും അവിടുത്തെ
എന്തൊക്കെയാണ് അവിടുത്തെ റൂൾസ്, എന്തൊക്കെയാണ് അവിടുത്തെ കൾച്ചർ എന്താണ്, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, അതെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഈ ഏതൻസും റോമും ഒക്കെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? യൂറോപ്പിലാണ്. സിറ്റീസ് സച്ച് ആസ് പാരീസ്, ലണ്ടൻ ആൻഡ് ബെർലിൻ ആർ സെൻറ്റേഴ്സ് ഓഫ് ആർട്ട്, ഫാഷൻ ആൻഡ് ടെക്നോളജി. ഇപ്പോൾ പാരീസും ലണ്ടനും ബെർലിനും ഒക്കെ ആർട്ടിൻ്റെ, കലയുടെയും ഫാഷൻ്റെയും ടെക്നോളജിയുടെയും തലസ്ഥാനമാണ്, സെൻറ്റേഴ്സാണ്, കേന്ദ്രങ്ങളാണ്. പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡിങ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിനെ പറ്റിയുള്ളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മേലെയുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതിയാൽ ഈ ഒരു നോട്ടാകും. ടു ദ ലാൻഡ് ഓഫ് മാർസുപ്പിയാൽസ്. അപ്പോൾ മാർസുപ്പിയാലിൻ്റെ ലാൻഡിലേക്കാണ് പോകാൻ പോകുന്നത്, അതായത് ഓസ്ട്രേലിയയിലേക്ക്. കാംഗറൂസ് ആർ ആനിമൽസ് വിത്ത് എ ലോട്ട് ഓഫ് സ്പെഷ്യാലിറ്റീസ്. അപ്പോൾ ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു അനിമലാണ് കാംഗറൂസ്. ഓസ്ട്രേലിയ ഈസ് എ കോണ്ടിനെൻറ്റ് വെയർ ദീസ് ആർ ഫൗണ്ട്. അപ്പോൾ ഇതെല്ലാം കാംഗറൂസ് ഉള്ളത് ഏത് കോണ്ടിനെൻറ്റിലാണ്? ഓസ്ട്രേലിയയിൽ മാത്രമാണ് കാംഗറൂസ് ഉള്ളത് അല്ലേ, കങ്കാരുകൾ. Let us enquire more about Australia, which is situated completely in the southern hemisphere. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിലാണ് ഓസ്ട്രേലിയ ഉള്ളത്. ഓസ്ട്രേലിയ മുഴുവനായിട്ട് സദേൺ ഹെമിസ്ഫിയറിലാണ് ഉള്ളത്. ഐഡൻറ്റിഫൈ ആൻഡ് മാർക്ക് ദ നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് ഓസ്ട്രേലിയ. ഇനി ഓസ്ട്രേലിയയുടെ നാച്ചുറൽ ബോർഡേഴ്സിന് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഓഷ്യൻ വെസ്റ്റിൽ, സദേൺ ഓഷ്യൻ സൗത്തിൽ, കോറൽ സീ ആൻഡ് പസഫിക് ഓഷ്യൻ ഈസ്റ്റിൽ, ടിമോർ സീ ആൻഡ് അറഫുന സീ നോർത്തിൽ. അങ്ങനെ ഞാനത് അറ്റ്ലസ് നോക്കി എഴുതിയതാണ്. ഓസ്ട്രേലിയ ഈസ് ദ സ്മോളസ്റ്റ് കോണ്ടിനെൻറ്റ് ആൻഡ് ഇസ് കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ ഓഷ്യൻ. അപ്പോൾ ഓസ്ട്രേലിയ ആണ് ഏറ്റവും ചെറിയ കോണ്ടിനെൻറ്റ്. ഈ കോണ്ടിനെൻറ്റിന് ചുറ്റും എന്താണ്? വെള്ളമാണുള്ളത് അല്ലേ, ഓഷ്യനാണുള്ളത്. ദ ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയിലുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചാണ്, പർവ്വത നിരയാണ് ദ ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഗ്രേറ്റ് വിക്ടോറിയ ഈസ് വൺ ഓഫ് ദ മേജർ ഡെസേർട്ട് ഇൻ ഹിയർ. അപ്പോൾ ഇവിടെ ഈ ഓസ്ട്രേലിയയിലൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മരുഭൂമിയുണ്ട്. അതിൻ്റെ പേരെന്താണ്? ദ ഗ്രേറ്റ് വിക്ടോറിയ എന്നാണ് മരുഭൂമിയുടെ പേര്. ദ ഗ്രേറ്റ് ബാരിയർ റീഫ് സിറ്റുവേറ്റഡ് ഓൺ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ ഈസ് മെയ്ഡ് ഓഫ് കോറൽ റീഫ്സ്. അപ്പോൾ പവിഴപ്പുറ്റുകളുടെ ഒരു പ്രദേശമാണ് ഈസ്റ്റേൺ കോസ്റ്റിലുള്ള ഗ്രേറ്റ് ബാരിയർ റീഫ്. അപ്പോൾ ഗ്രേറ്റ് ബാരിയർ റീഫിലാണ് ഏറ്റവും കൂടുതൽ പവിഴപ്പുറ്റുകളുള്ളത്. അവിടെ നമുക്ക് ടൂറ് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കൂബ ഡൈവിങ്ങിൽ കൂടെ ഉള്ളിലിറങ്ങി നമുക്ക് ആ സമുദ്രത്തിനുള്ളിൽ പോയിട്ട് ഈ പവിഴപ്പുറ്റുകളൊക്കെ കാണാൻ സാധിക്കും. മുറൈ ഡാർലിംഗ് റിവർ ബേസിൻ ഈസ് എ ഫെർട്ടൈൽ അഗ്രികൾച്ചറൽ റീജൻ ഇൻ ദിസ് കോണ്ടിനെൻറ്റ്. ഇപ്പോൾ മുറൈ ഡാർലിംഗ് റിവർ, ആ നദിയുടെ കരയിലുള്ള ഫലപുഷ്ടിയായ മണ്ണ്, അതാണ് എന്തുള്ളത്? അഗ്രികൾച്ചറൽ റീജിയൻ, കൃഷിക്ക് ഉപയോഗിക്കുന്ന റീജിയനാണ് ഈ കോണ്ടിനെൻറ്റിനുള്ളത്. ക്ലൈമറ്റ്. ദ മേജർ ഏരിയ ഓഫ് ഓസ്ട്രേലിയ എക്സ്പീരിയൻസസ് എയറിഡ് ക്ലൈമറ്റ്. വരണ്ട കാലാവസ്ഥയാണ് ഓസ്ട്രേലിയയിലുള്ളത്. ആസ് വി ഗോ ടു ദ ഇൻറ്റീരിയർ ഓഫ് ദ കോണ്ടിനെൻറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഡ്രൈനെസ് ഇൻക്രീസസ്. ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയുടെ ഉള്ളിലുള്ള നാടുകളിലേക്ക് പോകുമ്പോൾ ഡ്രൈനെസ് കൂടും, അതായത് ഈ വരൾച്ച കൂടും. ഫ്ലോറ ആൻഡ് ഫ്യൂണ. Isolated position of Australia resulted in the evolution of flora and fauna in a different way. അപ്പോൾ ഈ വരണ്ട കാലാവസ്ഥയും ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയുമാണ്. ഓസ്ട്രേലിയയുടെ ചുറ്റും കടലാണ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ് ഓസ്ട്രേലിയ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലോറയും ഫ്യൂണയും ഡിഫറെൻ്റ് ആണ്. പക്ഷിമൃഗാദികളും അതുപോലെ സസ്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. മാർസുപ്പിയാൽസ് ആൻഡ് എഗ് ലേയിങ് മാമൽസ് ആർ എക്സാമ്പിൾസ് ഓഫ് ദിസ്. മുട്ടയിടുന്ന സസ്തനികൾ, മാമൽസ് എന്ന് പറഞ്ഞാൽ സസ്തനികളാണ്. പാല് കൊടുത്ത് വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ എന്ന് പറയുന്നത്, അതായത് മാമൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പാല് കൊടുക്കുന്ന അനിമൽസിനാണ് മാമൽസ് എന്ന് പറയുന്നത്, പാല് കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന അനിമൽസിന്. അപ്പോൾ അങ്ങനത്തെ അനിമൽസ് മുട്ടയിട്ടിട്ട് ആ മുട്ടയിൽ നിന്ന് കുഞ്ഞ് വിരിഞ്ഞ് കഴിയുമ്പോൾ അതിന് പാല് കൊടുക്കുന്ന അനിമൽസ് മാർസുപ്പിയാൽസും അതുപോലുള്ള മാമൽസുമാണ് ഓസ്ട്രേലിയയിൽ കൂടുതൽ കാണുന്നത്. മാർസുപ്പിയാൽസ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് ആനിമൽ സ്പീഷ്യസ് സീൻ ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ മാർസുപ്പിയാൽസ് ഒരു പ്രത്യേക തരം ജീവിവംശമാണ് ഓസ്ട്രേലിയയിൽ കാണുന്നത്. കാംഗറു ആൻഡ് കോള വിച്ച് ക്യാരി ദെയർ യങ് വൺസ് ഇൻ ദെയർ ബെല്ലി പൗച്ചസ് ആർ എക്സാമ്പിൾസ്. ഇപ്പോൾ ഈ ബെല്ലിയിൽ ഒരു സഞ്ചിയിൽ കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്ന അനിമൽസിനെയാണ് ഈ മാർസുപ്പിയാൽസ് എന്ന് പറയുന്നത്.
Apart from these, egg-laying mammals like platypus and echidna are some other animals seen in Australia. ഓസ്ട്രേലിയയിൽ കാണുന്ന മറ്റ് 2 ആനിമൽസിൻ്റെ പേര്, അതായത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ജീവികളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് എക്സാമ്പിളാണ് പ്ലാറ്റിപ്പസും എക്കിന്നയും പ്ലാറ്റിപ്പസും ആണ് അതിൻ്റെ എക്സാമ്പിൾസ്. രണ്ടിൻ്റെയും പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. യൂക്കാലിപ്സ് ട്രീ ആൻഡ് അക്കേഷ്യ നോൺ ആസ് വാറ്റിൽ ആർ ദ പാർട്ട് ഓഫ് ദി ഫ്ലോറ ഹിയർ. ഇപ്പോൾ ഇവിടെയുള്ള ചെടികളുടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂക്കാലിപ്സും അക്കേഷ്യയാണ്. ഈ 2 ചെടികളാണ് ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതലുള്ളത്. മരങ്ങൾ അക്കേഷ്യ മരവും യൂക്കാലിപ്സ് മരങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയ ഉള്ളത്. ഹ്യൂമൻ ലൈഫ്. ഓസ്ട്രേലിയ ഈസ് എ ലാൻഡ് ഓഫ് മോഡേൺ സിറ്റീസ് ആൻഡ് ഏൻഷ്യൻ കൾച്ചർ. ഓസ്ട്രേലിയ ഒരു മോഡേൺ സിറ്റിയാണ്, അതുപോലെ പാരമ്പര്യമായിട്ടുള്ള സംസ്കാരവുമുണ്ട്. ദ ഇൻഡിജിനസ് ട്രൈബൽ പീപ്പിൾ ഹിയർ പോസസ് എ വെരി റിച്ച് എത്നിക് കൾച്ചർ. ഇപ്പോൾ ഇൻഡിജിനസ് ട്രൈബൽ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള ഗോത്ര വിഭാഗക്കാരെയാണ് ഇൻഡിജിനസ് ട്രൈബൽ പീപ്പിൾ എന്ന് പറയുന്നത്. അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള ഒരു സംസ്കാരവും പാരമ്പര്യവും ഒക്കെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. എത്നിക് കൾച്ചർ എന്ന് പറഞ്ഞാൽ അവരുടെ വംശത്തിൻ്റെ സംസ്കാരം, വംശീയ സംസ്കാരം എന്നാണ് എത്നിക് കൾച്ചർ എന്ന് പറയുന്നത്. അവരുടേതായിട്ടുള്ള ഒരു റിച്ച് എത്നിക് കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്. പാരമ്പര്യം എത്നിക് കൾച്ചർ പിന്തുടരുന്നുണ്ട്, വംശീയ പാരമ്പര്യം അവർ പിന്തുടരുന്നുണ്ട്. Cities like Sydney, Melbourne and Brisbane are famous for their high standard of living and cultural activities. ഇപ്പോൾ സിഡ്നി നമുക്കറിയാം അല്ലേ, ഒളിമ്പിക്സ് ഒക്കെ നടന്നതാണ് സിഡ്നിയിൽ. മെൽബോണിനെ പറ്റിയും നമ്മൾ ന്യൂസുകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ മെൽബോൺ, ബ്രിസ്ബെയിൻ ഇതെല്ലാമാണ് മെയിൻ ആയിട്ടുള്ള സിറ്റികൾ, ഇമ്പോർട്ടൻറ്റ് സിറ്റികളാണ്. ഇവിടെയുള്ള മനുഷ്യരുടെ ജീവിത നിലവാരം വളരെ ഉയർന്നതാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ലിവിങ് സ്റ്റൈലുണ്ട്, ജീവിത രീതിയും അവരുടേതായിട്ടുള്ള സംസ്കാരവും പാരമ്പര്യവും ഒക്കെ ഉണ്ട് ഈ മോഡേൺ സിറ്റിയിലുള്ള ആൾക്കാർക്ക്. കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ് റിലേറ്റഡ് ടു ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഓസ്ട്രേലിയ. ഇനി ഓസ്ട്രേലിയയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു വർക്ക് ഷീറ്റ് തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഡെസേർട്ട് ഏതാണ്? ദ ഗ്രേറ്റ് വിക്ടോറിയ. റീജിയൻ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കോറൽ റീഫ്, അത് ദ ഗ്രേറ്റ് ബാരിയർ റീഫാണ്. ഫെർട്ടൈൽ റിവർ ബേസിനാണ്, മുറ റിവർ ബേസിനാണ്. മൗണ്ടൻ റേഞ്ച് ദ ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് ആണ്. ഗ്രേറ്റിൻ്റെ സ്പെല്ലിംഗ് മാറിപ്പോയി, GRATE ആണ് എഴുതിയിരിക്കുന്നത്. GREAT ആണ് ഗ്രേറ്റ് ഞാൻ എഴുതേണ്ടതിരുന്നത്. അപ്പോൾ സ്പെല്ലിംഗ് ഒന്ന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അത് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ദ ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് ആണ് ആൻസർ. Haven't you realized that each continent has unique geographical features? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇപ്പം നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഓരോ കോണ്ടിനെൻറ്റിനും ഓരോ ഭൂഖണ്ഡത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളും ഭൂപ്രകൃതിയിലുള്ള പ്രത്യേകതകളും എല്ലാം ഉണ്ടെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി അല്ലേ. ഇഫ് യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് എനി ഓഫ് ദിസ് കോണ്ടിനെൻറ്റ്, വിച്ച് വൺ വുഡ് യു ചൂസ്? ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഭൂഖണ്ഡം നിങ്ങളോട് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? Would you visit the rainforest in South America? Would you conquer the mountains in Asia? Or would you bravely face the extreme cold in Antarctica? നിങ്ങൾ ഏത് കോണ്ടിനെൻറ്റിലായിരിക്കും വിസിറ്റ് ചെയ്യുക? ഏഷ്യയിലുള്ള മലനിരകളിൽ പോകുമോ, അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലുള്ള ആ കോൾഡ് റീജിയനിലെ എക്സ്ട്രീം കോൾഡ് നല്ല തണുപ്പുള്ള ആ അന്റാർട്ടിക്കയിൽ പോകുമോ? എവിടെയായിരിക്കും നിങ്ങൾ പോവുക? അഡ്വെഞ്ചർ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അന്റാർട്ടിക്കയിൽ പോകാം. പിന്നെ റിസർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ പോകാം അല്ലേ. അവർ വേൾഡ് ഇസ് ഫുൾ ഓഫ് വണ്ടേഴ്സ് ദാറ്റ് ആർ യെറ്റ് ടു ബി എക്സ്പ്ലോർഡ്. ഇനിയും നമ്മുടെ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എക്സ്പ്ലോർ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ വേൾഡിലുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഈ ഒരു പാർട്ട് 1ൻ്റെ എല്ലാ ലെസൺസും കഴിഞ്ഞു. ഇനി നമുക്ക് പാർട്ട് 2ലെ ലെസൺസ് ഞാൻ ഇടാൻ തുടങ്ങുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. അടുത്തൊരു ചാപ്റ്ററായിട്ട് വീണ്ടും വരാം. ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.